നാടകത്തെക്കുറിച്ച് ഒരു വാക്ക്. മഹാഭാരതത്തിലെ ഗരുഡനാഗ ഉൽപ്പത്തി എന്ന ഒരേട് നാടകരൂപത്തിൽ അവതരിപ്പിക്കുകയാണെന്നിവിടെ. പണ്ട് ബ്രഹ്മദേവന്റെ പുത്രനായ മരീചിക്ക് കശ്യപൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. ദക്ഷ പ്രജാപതിയുടെ 13 മക്കളെ കശ്യപൻ വിവാഹം കഴിച്ചു. അവരിൽപ്പെട്ട 2 സുന്ദരികളാണ് കദ്രുവും വിനിതയും. കശ്യപൻ ഉഗ്ര തപസ്സിനായി വനത്തിലേക്ക് പോകുന്നതാണ് കഥാസമാപ്തം. ഇല്ല, എന്റെ നിയോഗത്തിൽ മാറ്റമില്ല. നിങ്ങളുടെ ഭദ്രഭക്തിയിൽ ഞാൻ സംതൃപ്തനാണ്. ഞാൻ നിങ്ങൾക്കൊരു വരം നൽകാം. എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ. എനിക്ക് അതിരറ്റ വീര്യബലമുള്ള 1000 സർപ്പസന്തതികൾ ഉണ്ടാക്കണം. അത് വിചിത്രമായിരിക്കുന്നു. അങ്ങനെ ഭവിക്കട്ടെ. ഇനി വിനതയ്ക്ക് എന്ത് വരമാണ് വേണ്ടത്? കദ്രുവിന്റെ മക്കളേക്കാൾ ബലവും തേജസ്സുമുള്ള 2 മക്കൾ മതി എനിക്ക്. തഥാസ്തു. പക്ഷേ നിങ്ങൾ മുട്ടകളായിട്ടായിരിക്കും പ്രസവിക്കുന്നത്. അതിന് നാശം സംഭവിക്കാതെ ഉഷ്ണക്കുടത്തിൽ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. യാഗത്തിൽ ഭാര്യമാർക്ക് വരം കിട്ടി. ഞങ്ങളല്ലോ കദ്രുവിന്റെ പൊന്നാര അമ്മ ഈ പാതകം ചെന്നാൽ ഞാനെന്നെ ശപിക്കുന്നു. അയ്യോ, അമ്മയെ ശപിക്കരുത്. ഇനി മുതൽ അമ്മ കദ്രുവിന്റെ ദാസിയായി തീരട്ടെ. ശേഷിക്കുന്ന മുട്ടയെങ്കിലും വിരിയുന്നത് വരെ അമ്മ ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ ബലവാനും രഹസ്യമായ പുത്രൻ അമ്മയ്ക്കുണ്ടാകും. ആ കുഞ്ഞ് അമ്മയ്ക്ക് ശാപമോക്ഷം നൽകും. ഞാനിതാ പോകുന്നു. ഈ അമ്മയ്ക്ക് തെറ്റുപറ്റി. നീ അമ്മയെ വിട്ട് പോകരുത്. നിന്റെ വേർപാട് അമ്മയ്ക്ക് സഹിക്കാനാവില്ല. ഇല്ല, കഴിയില്ല. ഞാൻ പോകും. പാലാഴി വനത്ത് നിറഞ്ഞു വന്ന ഉച്ചേശ്വരസ് എന്ന കുതിരയെ നീ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, കണ്ടിട്ടുണ്ട്. അതിന്റെ നിറം എന്താണ്? വെള്ള നിറം. നല്ല തൂവെള്ള നിറം. അല്ല, നിനക്ക് തെറ്റി. തൂവെള്ള നിറമല്ല. അതിന്റെ വാലിന് മുകളിൽ ഒരു കറുത്ത മറുകുണ്ട്. അങ്ങനെ ഒരു മറുകില്ല. എങ്കിൽ നമുക്ക് പന്തയം
സത്യമാണ്. പന്തയം ഉറപ്പിക്കാം. അങ്ങനെ ഒരു മാർഗമുണ്ടെങ്കിൽ ഇനിയുള്ള കാലം നീ എന്റെ ദാസിയായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ ദാസിയാകും. ശരി, സമ്മതിച്ചു. സത്യം ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മക്കളെ, എല്ലാവരും ഓടി വരുവിൻ. മക്കളെ, അമ്മ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനും വെറുതെയും ഒരു പന്തയം വെച്ചിരിക്കുകയാണ്. നമുക്കിവിടെ സർവസുഖത്തോടും കൂടി ജീവിക്കണം. പന്തയത്തിൽ അമ്മ ജയിച്ചാൽ അത് സാധ്യമാകും. മക്കളമ്മയെ സഹായിക്കണം. ഞങ്ങൾ പാലാനും പതിർത്തുനിന്ന് ഉയർന്നു വന്ന ഉച്ചേശ്രവസ് എന്ന കുതിരയുടെ വാലിന് മുകളിൽ ഒരു കറുത്ത മറുകുണ്ടെന്ന് ഞാൻ കള്ളം പറഞ്ഞു. പക്ഷേ മക്കളമ്മയുടെ മാനം രക്ഷിക്കണം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മറുകുണ്ടോ അമ്മേ? ഇല്ല മക്കളെ, ഇളയമ്മ വിടുക നമ്മുടെ ദാസിയാകണം. അതിനുവേണ്ടി ഞാൻ നടത്തുന്ന ഒരു പന്തയമാണിത്. അമ്മേ, ഇത് ചതിയാണ്. സ്നേഹത്തോടെ കഴിഞ്ഞൂടെ? വംശബലവും അംഗബലവും കൊണ്ട് എന്നെ ജയിക്കാൻ അവർക്ക് കഴിയില്ല. അധർമ്മവും ചതിയും ചെയ്യാൻ അമ്മ ഞങ്ങളെ ഉപദേശിക്കരുത്. അമ്മയുടെ അമ്മയുടെ അപ്പം ഞങ്ങൾക്ക് എന്ത് വ്യത്യാസം? എന്ത്? അമ്മയുടെ അനുസരിക്കാൻ നിങ്ങൾ അഗ്നിയിൽ വീണ് നശിക്കട്ടെ. അയ്യോ അമ്മേ, അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. എങ്കിൽ എത്രയും വേഗം ഉച്ചേശ്വരക്ഷേത്രത്തിൽ കയറിക്കൂടൂ. മേലാജ്ഞ പോലെ. അതാ നോക്കൂ, ഇപ്പോൾ നിനക്ക് വിശ്വാസമായോ? ഇനി മുതൽ നീ എന്റെ ദാസിയായിരിക്കും. എന്റെ പൊന്നുമോനെ, നിനക്ക് വേണ്ടി എത്ര വർഷങ്ങളായി അമ്മ കാത്തിരിക്കുന്നു. നീ എത്രയും വേഗം എന്റെ കൂട്ടുകാർ താമസിക്കുന്ന രമണക ദ്വീപിലേക്ക് എന്നെ കൊണ്ടുപോകണം. 1000 സർപ്പക്കുഞ്ഞുങ്ങളെ ഗരുഡൻ എടുത്തുകൊള്ളൂ. എന്താ, ക്ഷീണിച്ചു പോയോ? ഇതുകൊണ്ടായില്ല. ഇവിടെയുള്ള മറ്റെല്ലാ ദ്വീപുകളിലും നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകണം. അമ്മേ, ഇവർ എന്തിനാണ് നമ്മോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നത്? സത്യം ജയിക്കുന്നത് വരെ ഇത് അനുഭവിക്കുകയേ വഴിയുള്ളൂ. വലിയമ്മേ, ഞങ്ങളുടെ അടിമത്വം തീരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ദേവലോകത്തിൽ നിന്നും അമൃതകുംഭം ഞങ്ങൾക്ക് കൊണ്ടുവരണം. സമ്മതിച്ചോ? സമ്മതം. അടുത്ത കുഞ്ഞെ, നിനക്കതിന് കഴിയില്ല. ദേവഗണങ്ങളാണ് അതിന് കാവൽ. അവരെ തോൽപ്പിച്ച് നിനക്കത് കൊണ്ടുവരാൻ കഴിയില്ല. അമ്മ സമാധാനമായിട്ടിരിക്കും. ഇതെന്റെ ധർമ്മമാണ്. എന്നെ കൊണ്ട് അതിന് സാധിക്കും. ഞാനിതാ പുറപ്പെടും. എന്തിനാണ് ഈ ശത്രുത? ഇന്നു മുതൽ നമുക്ക് നല്ല സുഹൃത്തായിട്ടിരിക്കാം. ആട്ടെ, അങ്ങയുടെ മഹത്വങ്ങൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്റെ മഹത്വങ്ങൾ ഞാൻ തന്നെ പറയുന്നത് ആത്മപ്രശംസയാണ്. അത് മരണതുല്യമാണ്. എങ്കിലും പറയും, സപ്തസാഗരങ്ങളെയും സപ്തപർവ്വതങ്ങളെയും എന്റെ ചിറകിലെടുത്തുകൊണ്ട് എനിക്ക് പറക്കുവാൻ കഴിയും. ഇതൊന്നെടുക്കുവാൻ ശ്രമിക്കൂ. സ്ത്രീയും ശക്തിയുള്ള അങ്ങ് എന്തിനാണ് ഈ അമൃതകുമാർ എടുക്കുന്നത്? ഒരു പുത്രന്റെ കടമ. പെറ്റമ്മയോട് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ കർമ്മവും ധർമ്മവുമില്ല. കദ്രുവിൽ നിന്ന് എന്റെ അമ്മയുടെ ദാസ്യം അവസാനിപ്പിക്കുവാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടതാണ് ഈ അമൃതകുംഭം. വിജയ് ഭവ. കണ്ടാരോ നാഗങ്ങൾ നാഗങ്ങൾ നമുക്ക് അമരത്വം നേടാം. അത്തിന്തോ തയ്യാരോദക തുന്തിമിത്താരോ അത്തിന്തോ തിന്താരോദക തുന്തിമിത്താരോ അത്തിന്തോ
അത്തിന്തോ തിന്താരോധക തിന്തിമിത്താരോ അത്തിന്തോ തിന്താരോധക തിന്തിമിത്താരോധക അത്തിന്തോ ദയാരോധക തിന്തിമിത്താരോ അത്തിന്തോ തിന്താരോധക തിന്തിമിത്താരോധക അത്തിന്തോ തിന്താരോധക തിന്തിമിത്താരോ മക്കളെ, അമൃതകുംഭം ഇന്ദ്രനാൽ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ വിജയിച്ചത് ഇന്ദ്രൻ എന്നെയും എനിക്ക് കിട്ടിയില്ലോ. മാന്യ പ്രേക്ഷകരെ, ഈ നാടകം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ദൈവസ്നേഹം വന്നിട്ടില്ല, വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ? പറയാൻ മജീദേ നല്ലത്. വേണ്ട വേണ്ട മജീദേ. ടച്ചിങ് സോങ്ങിക്ക് എത്ര നേരമായി? അവൾക്കാണ് പേടിയൊന്നുമില്ലേ? ഈ സ്ഥലത്തും ടച്ചിന്റെ എത്ര നേരം ചോദിക്കുന്നു? ഇതുവരെ കൊണ്ടുവരാല്ലേ? ഞാൻ അങ്ങോട്ട് കയറി വരണോ? നേരം സരസ്വതി ചേച്ചി അച്ഛറാ വായി കപ്പലോ. ഞാനെ ചിന്തിക്കണ്ട, എന്നിട്ട് അത്യാവശ്യം പോകണം. നമ്മളോട് അണ്ണോട്ട് അണ്ണനോട്ട് അതിലേക്കൊന്ന് പോകാത്തണ്ടാ നല്ലത്. അതല്ല, അതവിടെ നിൽക്കട്ടെ. കുളിസുമ്പേ കുളിസുമ്പേ എല്ലാവരും പേടിയാണ് കേട്ടാ. അത് കണ്ടപ്പോ തോന്നി മനസ്സിലായോ? ആ മുട്ടാണ്ട് തലച്ചോറില്ലേ അത്താഴത്തിൽ തന്നെ മാറ്റി വെച്ചിട്ട് ഒന്ന് വരുമോ? മജീദിന്റെ വീട്ടിൽ ഓണോ തൃശ്ശൂർ പൂരല്ല ഒരുമിച്ച് നടക്കുമെന്ന് തോന്നുന്നു. സദ്യ ഈ കാണും സദ്യ ഇല്ലാതെ എന്തൊരു ഓണം. എന്നാ എടുക്കത് കേക്ക് കേട്ടണം. പിന്നെ നമ്മളായിട്ടൊന്നും കുറയ്ക്കണ്ട. എടുത്ത് രാത്രിക്കൊണ്ടേ ആ നീ പോകത്തുണ്ടോ? വേണ്ട, ആവശ്യത്തിന് വിഴിഞ്ഞാ മതി. ഓസിലേറ്റിയ ആസിഡ് കുടിക്കും. വയറിന്റെ സ്ഥിതി അറിയാലോ. അല്ല പൗലോസ് പൗലോസ് മജീദ് മജീദ് കുഴപ്പമുണ്ടാ? എന്റെ വയലിൽ എന്തോ കുഴപ്പം? നീ പോടാ. നമുക്ക് പേടിച്ചു ഒരു നല്ല മുറ്റി ഇവിടുത്തെ ഇന്നെണ്ണ കാണിക്കാം. നിങ്ങളുടെ വഴി തീർന്നു പോയി. ഇതെന്ത് ഒന്നുമില്ലായിരുന്നു. ഇത് ചെറിയത് മറ്റന്നാലും ബേക്കുണ്ടോ? ബേക്ക് നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം. എനിക്കൊന്ന് എനിക്കൊന്ന് ഓ ഒളിച്ചിട്ട് കുടിച്ചപ്പോ അറിഞ്ഞില്ലേ മജീദ്? തീർന്നു പോയി. നീ എന്റെ അവിടെ വൈ വാ മജീദ്. നിന്റെ വഴി
കേൾക്കും. എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ. ഭഗവാനോട് പോകും. ആളാരെന്ന് തിരിച്ചറിഞ്ഞോ? ഇല്ലടി, എന്റെ പ്രഭാകരണ്ണനാണെന്ന് തോന്നുന്നു. എന്റെ പൗലോസച്ചായനാണെന്ന് തോന്നുന്നു. ഈ ആ തൊപ്പി കണ്ടാൽ അറിഞ്ഞൂടേടി എന്റെ വരിയിരിക്കും. ഇവിടെന്താ പെണ്ണുകളെന്ന് കീറണേ? നിന്റെയൊക്കെ ചന്ദ്രങ്ങളെ നമ്മൾ ചത്തോ? തിരിച്ചടി പോയോ? നല്ല മെമ്പർ സാറേ, എന്റെ പ്രഭാകരണ്ണൻ കിടക്കണ കിടക്കണ്ട. മെമ്പർ സാറേ, എന്റെ പൗലോസച്ചായൻ കിടക്കണ കിടക്കുണ്ടോ? എനിക്കിനി ആരോ എന്റെ കർത്താവേ. എന്റെ മെമ്പർ സാറേ, ആ തൊപ്പി കണ്ടാൽ അറിയാം എന്റെ വരിയിരിക്കുകയാണെന്ന്. മുട്ടനാട് കിടച്ചുപിടിഞ്ഞ വയറ് കണ്ട പെരുമ്പാമ്പ് ആട്ടുമുട്ടി വിഴിഞ്ഞ മാതിരി. എനിക്കിനി ആരുമില്ലേ എന്റെ പടച്ചോനെ. ഇന്നെങ്കിലും വീട്ടിൽ കിടന്ന് ചോറിന് പ്രതീക്ഷിക്കണം. അതും പോയി. മെമ്പറെ അത് 108 വിളിക്കണം. കേട്ടാ പോലീസ് ഓടി. അവരാകുമ്പോ പ്രേത വരുമ്പോഴേലും വിളിച്ച് കയ്യെ കെട്ടിപ്പോയി. ഹലോ പോലീസ്, മടത്തിക്കടയിൽ പ്രേതം കൊണ്ട് പെടുന്ന അങ്ങോട്ട് മാറി നിൽക്കണേ. ഇതോ ആ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥന അടുപ്പിക്കും. സാറെ, കാര്യമൊക്കെ ശരി. കഴിഞ്ഞവരെടുത്ത ജഡത്തിന്റെ കാശ് കിട്ടിയില്ല. കാര്യം കഴിഞ്ഞിട്ട് ഒരുമാതിരി രണ്ടാമത് വർത്താനം പറഞ്ഞോണ്ടല്ലേ സാറിന്റെ ഓഫീസിൽ എനിക്കെന്താ കാശിപ്പോ കിട്ടും? ഓ, സാറെന്നല്ലേ ഞാൻ തരാം. അന്നല്ലേ പറ്റൂ. ആ പ്രേതം കിടക്കരുത്. എന്താ പ്രാർത്ഥന എടുത്താല് ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് നടക്കാൻ നിൽക്കരുത്. ഡ്യൂട്ടിയൊക്കെ നിൽക്കട്ടെ സാറേ. ഇങ്ങനെ പാടിക്കാൻ നമുക്ക് അറിയണം. രക്തങ്ങളുടെ കാര്യമാണ്. അടിക്കില്ലങ്ങള് പൊളിക്കില്ലങ്ങള് അക്കരത്തികളെ സൂക്ഷിച്ചോ. അടിക്കില്ലങ്ങള് പൊളിക്കില്ലങ്ങള് അക്കരത്തികളെ സൂക്ഷിച്ചോ. എല്ലാവർക്കും സ്വോത്രം. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ട് സെമിത്തേരിയിൽ അടക്കാം. നിർത്ത് നിർത്ത് നിർത്ത്. ഇടം തുള്ളാതെ. തൊപ്പി കണ്ടാലറിയാം മമതിയാണെന്ന്. അവനെ എടുക്കണമെങ്കിൽ പള്ളിക്കകത്ത് തന്നെ വരണം. ആ മയ്യത്തിനൊരു ക്രിസ്ത്യൻ നമുക്ക് ആവാമാണ്. കുറെ മതഭ്രാന്തന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ശരീരത്തിൽ അക്കമകയിലെ ജീവനെങ്കിലും എടുത്ത് ആശുപത്രി കൊണ്ടുപോകണം. എങ്കിൽ 3 ജാതിക്കാരും കൂടെ എടുക്കട്ടെ? നമുക്ക് മാനവിക്കാം. താൻ തന്നെ ഈ ശവം എടുക്കും. ഇതിലെ ശരിയാവും. വീട്ടിലാണ് പയ്യെടുത്താൽ പയ്യ 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 വെള്ളം കുടിച്ച് വയറ് വെറുത്തിരിക്കുക. അയ്യോ സാറേ, ഇത് ശവമല്ല, ഇതൊരു നോക്കുകുത്തിയാണ്. ഈ നോക്കൂത്തിക്ക് തന്നെയാണ് നമ്മൾ ഇതുവരെ വന്നത്. ആ മെമ്പറോടാ. അയ്യോ രത്നദീപം ആജാനുബാഹു അരവിന്ദദളായതാക്ഷം രാമോ നിശാചര വിനാശകരോ നമാമി നമാമി നതച്ഛം തതച്ഛം തത ഗൗതന ദിംതിമി ദിനിതതി ഗുദൗതന ദിംതിമി ദിനിതതി ഗുദതി കുതകതകതകു തകരി ദലിത ദികുതകതകതകു തതരി ദരി തതാരി തകു തകു ദരി കിനനഗ തതാരി തകു തകു ദരി കിനനഗ തകിനഗു തകിനഗു കിടദഗതം തകിനഗു തകിനഗു കിടദഗതം തകദതി 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 തരികിടദഗതകദതി തകദതി തകദതി തരികിടദഗ തകിട 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 തരികിടദം തരികിടദം തരികിട ദശരഥവര കുമാരുടവൈ ദിവി 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 దైవ కశిపుయాగముగా చితి దైవ కశిపుయాగముగా
దేవకశిపుయాగముగాచితివి దేవకశిపుయాగముగాచితివి రసికుట సీతను పెంచాచితివి రసికుట సీతను విరుదుగతితివి ధం ధం ధన ధన ధేను తకిటజం ధం ధం ధన ధన ధేను తకిటజం అసురుని కులమును హతము చేసిదివి అసురుని కులమును హతము చేసిదివి అరయతంబునకు అభయమొసగితివి అరయతంబునకు అభయమొసగితివి దత్తధనాతక తాతాగతిజం దత్తధనాతక తాతాగతిజం గంగ జక్కియానంక కూచితివి గంగ జక్కియానంక కూచితివి అగ్గలించి రావణు ద్రోచితివి దధిమిత కిటక జం తరికి గజం దధిమిత కిటక జం తరికి గజం పట్టము గట్టి విభీషణు లంకను గట్టి గదలిదివి సీత సమేతుడవై అట్టి అయోధ్య అయోధ్య 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 అట్టి అయోధ్య పట్టణమున మరి పట్టభద్రుడై ప్రబలిన శ్రీరామ దిట్టముగా పెరుదేవిని గూడి గట్టిగా భక్తుల పట్ట శుభములను కట్టిది చేసిన కరివరగా పెట్టద నీకిదే సాష్టాంగ దండము 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 పెంపుగా చూడుము పరాకు బహు పరాకు రమ పరాకు జౌతరి నాటి మహేశ్వరి ത്യാഗോജ്വലമായ പോരാട്ടങ്ങളുടെ വീരഗാഥകൾ രചിച്ച് അനേകം ധീര ദേശാഭിമാനികളുടെ നിണം വീണ് കുതിർന്ന സ്വതന്ത്ര ഭാരത സൃഷ്ടി ചരിത്രത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒളിമങ്ങാത്ത ചില ഓർമ്മകളിലേക്ക് ഒരെത്തിനോട്ടം. അപ്പോ പോകാൻ തീരുമാനിച്ചു അല്ലേ? പോകാതെ വയ്യല്ലോ. ഈ വാക്കെങ്കിലും ഞാൻ പാലിച്ചില്ലെങ്കിൽ ഇന്റെ മോനെന്നോട് മുറക്കില്ല. നിങ്ങൾ സബർമതിക്ക് പോകുന്നുണ്ടോ? പുണ്യഭൂമിയിൽ ചിതാഭസ്മം സമർപ്പിക്കുന്നുണ്ടോ? ഞമ്മക്കൊരു റോധോ ഇല്ല. പക്ഷെ 102-ാമത്തെ വയസ്സിൽ ഇത്ര ദൂരം ഒറ്റയ്ക്ക് പോകണമെന്ന് പറഞ്ഞാ ഞാനൊരു ആരാചാരായിരുന്നു എന്ന് മറക്കണ്ട. ഒരിക്കലൊഴികെ നിന്റെ മോന്റെ കുലക്കഴൽ പിടിച്ചപ്പോഴൊഴികെ ഈ മനസ്സ് പതറിയിട്ടില്ല. ഈ ചിതാഭസ്മത്തിന് കാതോർത്തിരുന്നാല് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ വരെ നൽകിയ ഒരുപാട് പേരുടെ ശബ്ദം എനിക്ക് കേൾക്കാം. സുഭാഷ് ജി, ഭഗത് സിംഗ്, ഗാന്ധിജി, സ്വാതന്ത്ര്യ സമരത്തിന്റെ മറ്റൊരു മുഖമാണ് നമ്മുടേത്. ഭഗത് സിംഗും കൂട്ടരും നമുക്ക് കാട്ടിത്തന്ന മാർഗം ചോരയ്ക്ക് ചോര കൊണ്ട് പകരം വിട്ടണം. ബോലോ ഭാരത് മാതാ കി ജയ്. Stop it! Itu istri kampanye di Parlemen Manji Ramallah. Mr. Tiwan, any kawan
മേഘേ ജനമധ്യത്തിൽ ഞാൻ അവനെ കാഴ്ച പോയി പിടിച്ചു കൊണ്ടുവാ. മോനെ, എന്തൊക്കെയാണ് അമ്മയെ കേൾക്കണേ? പതുക്കെ, നാളെ ചുറ്റും വെള്ളക്കാരുടെ പോലീസാ. അമ്മ തളരരുത്. പെറ്റ മാതാവും പിറന്ന നാട് സ്വർഗത്തെക്കാൾ വലുതാണ്. അമ്മേനെ അവസാനമായി